ശ്രീ കെ പി ഫാബിയൻ ചേരുന്നുണ്ട്, മുൻ നയതന്ത്ര വിദഗ്ധൻ. അദ്ദേഹം ചേരുന്നുണ്ട് നമുക്കിപ്പം. ശ്രീ കെ പി ഫാബിയൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പെഹൽഗാമിന് രാജ്യം മറുപടി നൽകിയിരിക്കുന്നു. ഈ ഇന്ത്യൻ സർജിക്കൽ സ്ട്രൈക്ക്, അത് ബലാക്കോട്ടിൽ പുലർച്ചെയായിരുന്നെങ്കിൽ സിന്ധൂറിൽ അർദ്ധരാത്രി. ഇനി വരേണ്ടത് സ്ഥിരീകരണങ്ങളാണ്. നിലവിലെ സാഹചര്യത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഗുഡ് മോർണിംഗ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യ പാകിസ്ഥാൻ മിലിറ്ററി ടാർഗറ്റ്സിനെ ഒന്നും തൊട്ടിട്ടില്ല. പാകിസ്ഥാനിൽ ചിലര് നടത്തുന്ന ടെററിസ്റ്റ് ക്യാമ്പ്സിനെയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാന്റെ നിലപാട് അങ്ങനെയല്ല. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സിവിലിയൻ ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്തു, പെണ്ണുങ്ങളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാനിലെ എയർ സ്പേസിലേക്ക് വന്നില്ല, ഇന്ത്യയുടെ എയർ സ്പേസിൽ തന്നെയായിരുന്നു. പക്ഷെ അവര് 2 എയർക്രാഫ്റ്റും ഒരു ഡ്രോണും ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ പ്രതികരണം ചോദിക്കുകയാണെങ്കിൽ, വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ്സ് എ ഷെയിം ആൻഡ് ഇറ്റ് ഹാസ് ടു എൻഡ് ക്വിക്ലി. അതൊന്ന്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പാകിസ്ഥാനിൽ നിന്നുണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിന്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാവരും തന്നെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ചെയ്ത തെറ്റാണ്, ഇന്ത്യക്ക് അതിന് തിരിച്ചടി നൽകാൻ ഉള്ള അവകാശമുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവാൻ വാഷിങ്ടണും മോസ്കോയും മിക്കവാറും എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞോട്ടെ, ചൈനയും ബീജിങ്ങും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു യുദ്ധത്തിനുള്ള തുടക്കം ഉണ്ടായിട്ടുണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം പാകിസ്ഥാൻ തിരിച്ചടിക്കും. തന്നെയുമല്ല, ഷെല്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്ത് 1-2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങില്ല എന്ന് നമ്മൾ ആശിക്കാം, പ്രാർത്ഥിക്കാം. ശ്രീ കെ പി ഫാബിയൻ, ഇപ്പോൾ ഇതുവരെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം കടന്ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്കൊക്കെ വിരുദ്ധമാണ് ഈ പാകിസ്ഥാന്റെ പരിധിക്കുള്ളിലുള്ള ഈ ഭീകര കേന്ദ്രങ്ങളിലടക്കം ഇന്ത്യ തീമഴ പെയ്ച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മറ്റൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമോ? കാരണം ഇന്ത്യ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, രാജ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനെതിരെ യുദ്ധത്തിലേക്കടക്കം നീങ്ങുന്നതിന് മടിക്കില്ല എന്ന്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള അവിടുത്തെ സിവിലിയൻ ലീഡർഷിപ്പും മിലിറ്ററി ലീഡർഷിപ്പും. ഇപ്പൊ മിലിറ്ററി ലീഡർഷിപ്പാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. 2 പേരും വളരെ ഇൻസെക്യൂർ ആണ്. മിലിറ്ററി ലീഡർഷിപ്പാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ആർമി ചീഫാണ് ഈ പഹൽഗാമിന്റെ പിന്നിലുള്ളത്. അദ്ദേഹം നേരത്തെ ISI ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ചീഫായിരുന്നു. തന്നെയുമല്ല, ഈ പഹൽഗാം നടക്കുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബലൂചിസ്ഥാനിൽ നടന്ന ട്രെയിനിന്റെ കാര്യം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ, കുറെ പേരെ കൊല്ലുക. അതിന്റെ പിന്നിൽ ഇന്ത്യയുണ്ട്, ഒന്ന്. രണ്ടാമത്, അതിനൊരു സ്ട്രാറ്റജിക് റെസ്പോൺസ് കൊടുക്കും. അങ്ങനെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ട്രാറ്റജിക് റെസ്പോൺസ് ആണ് പഹൽഗാം. തന്നെയുമല്ല, ബലൂചിസ്ഥാനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പാകിസ്ഥാന്. അപ്പോ ഒരു ഒപ്പീനിയൻ ഉണ്ട് പാകിസ്ഥാനിൽ, ഈ ജനറൽക്ക് പാകിസ്ഥാനെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു വീക്ക് പൊസിഷനിലാണ്. അപ്പൊ വീക്ക് പൊസിഷനിലായിട്ടുള്ളവര് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ യുദ്ധം എന്ന് പറയുന്നത് റാഷണൽ ആക്ടേഷന്റെ അല്ല. അപ്പോ അവരുടെ പ്രതികരണം നമ്മൾ ഇപ്പോൾ നോക്കിക്കാണണം. ആ പ്രതികരണം മിക്കവാറും അവർ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്കും തിരിച്ചടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ യുദ്ധം തുടങ്ങുകയില്ല. പക്ഷെ എന്നാലും യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട്.
ശ്രീ കെ പി ഫാബിയൻ, ഇപ്പോൾ 71-ന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ രാജ്യാന്തര വേദികളിൽ 13-14 രാഷ്ട്ര തലവന്മാരുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടടക്കം ചർച്ചകൾ നടത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തു, വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് പോലും പാകിസ്ഥാന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല, തുർക്കി ഒഴികെ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു തിരിച്ചടിക്ക് മുതിരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ കെ പി ഫാബിയൻ? കാരണം ഇപ്പോൾ US ആവട്ടെ, റഷ്യ ആകട്ടെ, ഇസ്രായേൽ അടക്കമുള്ള മറ്റ് ലോക രാജ്യങ്ങളൊക്കെ യൂറോപ്പ് ഒഴികെ അവര് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും മറ്റ് ലോക ശക്തികളൊക്കെ ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇന്ത്യക്ക് കിട്ടുന്ന ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. അതേസമയത്ത് തന്നെ ഒരു യുദ്ധം വന്നാൽ ഇന്ത്യയെ ആരും മിലിറ്ററി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഷിങ്ടണും മോസ്കോയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു നീണ്ട യുദ്ധം ഉണ്ടാവാനോ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാനോ തന്നെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് എഗൻസ്റ്റ് ടെററിസം ഒരു കാര്യം, പക്ഷെ ഒരു യുദ്ധം വന്നാൽ കിട്ടുന്ന സപ്പോർട്ട് വേറെ കാര്യം. ആ സപ്പോർട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കരുത്. തന്നെയുമല്ല, പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി സപ്പോർട്ട് കിട്ടിയേക്കും. അതും നമ്മൾ മനസ്സിലാക്കണം. നന്ദി ശ്രീ കെ പി ഫാബിയാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.